ഗുഡ് മോർണിംഗ് ഓൾ. സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 5 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനോഹരമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കാവൂ എന്ന് ആമുഖമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ 5ാമത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ ഒന്നാമത്തത് സബ്സെറ്റായിരുന്നു. പ്രോപ്പർ സബ്സെറ്റ്, പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. ഈ 4 കാര്യങ്ങളും അവയുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസും അതിൻ്റെ നമ്പറും ഒക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത്. ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് നാം ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ക്ലാസ് പ്രോബ്ലം സെക്ഷനാണ്. നമ്മൾ പ്രോബ്ലം സെക്ഷൻ 1 ചെയ്തിട്ടുണ്ട്. ഇത് പ്രോബ്ലം സെക്ഷൻ 2 ആണ്. പ്രോബ്ലം സെക്ഷൻ 1ൽ നമ്മൾ 8 ചോദ്യങ്ങൾ ചെയ്തിരുന്നു. ഇവിടെ 9 മുതൽ 15 വരെ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രോബ്ലം സെക്ഷൻ്റെ പൊതുവായിട്ടുള്ള പാറ്റേൺ. ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ചോദ്യം സ്ക്രീനിൽ കാണുമ്പോൾ ചോദ്യം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ആൻസറിനെ കുറിച്ച് സ്വന്തമായിട്ട് ആലോചിക്കണം. സാധ്യമാണെങ്കിൽ സ്വന്തമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ആൻസർ ഞാൻ വിശദീകരിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. സ്വന്തമായിട്ട് ചെയ്ത കുട്ടികളാണെങ്കിൽ ഞാൻ ചെയ്തത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. ഇതാണ് പ്രോബ്ലം സെക്ഷൻ്റെ പൊതുവായിട്ടുള്ള പാറ്റേൺ. വൃത്തിയായിട്ട് എഴുതണമെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് 9ാമത്തെ ചോദ്യം ഏതാണ് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. റൈറ്റ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. 4 സെറ്റുകൾ തന്നിട്ടുണ്ട്. ഈ 4 സെറ്റുകളുടെയും എല്ലാ സബ്സെറ്റുകളും എഴുതുക എന്നാണ് ചോദ്യം. ഇത് നമ്മെ സംബന്ധിച്ച് ഒരു പുതിയ ചോദ്യം അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ, ബി, സി, ഡിക്ക് പകരം 1, 2, 3, 4 കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെപ്പീറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എങ്കിലും ഒന്നുകൂടെ പ്രധാനപ്പെട്ട ഒരു ആശയമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ. സെറ്റ് എയുടെ എല്ലാ സബ്സെറ്റുകളും എഴുതാനാണ് ചോദിച്ചത്. സെറ്റ് എയിൽ എത്ര എലമെൻസാണ് ഉള്ളത്? ഒരു എലമെൻ്റ് മാത്രമേ ഉള്ളൂ. ഒരു എലമെൻ്റ് ഉള്ള സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും? 2:1, 2 സബ്സെറ്റ് ഉണ്ടാവും അല്ലേ? സബ്സെറ്റുകൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റാണ്. ഏതാണ് എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ്? എംപ്റ്റി സെറ്റ്. അത് നമുക്ക് ആദ്യം എഴുതാം. തെറ്റാതിരിക്കാൻ ഈ ഓർഡർ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ് എഴുതിയതിന് ശേഷം ഒരു എലമെൻ്റുള്ള സബ്സെറ്റ് എഴുതാം. സെറ്റ് എയുടെ ഒരു എലമെൻ്റുള്ള സബ്സെറ്റ് ആരാ? സെറ്റ് എ തന്നെ അല്ലേ? സെറ്റ് എക്ക് 2 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റ് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് സെറ്റ് എയുടെ എല്ലാ സബ്സെറ്റുകളും ഞാൻ എഴുതി. ഞാൻ പറഞ്ഞു 2:1 സബ്സെറ്റാണ് ഉണ്ടാവുക. അതായത് 2 സബ്സെറ്റ്സ് ആണ് ഉണ്ടാവുക. ആ 2 സബ്സെറ്റ്സ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ശരി. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ബി. സെറ്റ് എ ബിയുടെ എല്ലാ സബ്സെറ്റുകളും എഴുതുക. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുക. ഇതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? ആകെ 2:2. എത്ര? 2:2? 4. സബ്സെറ്റ് എഴുതുമ്പം ആദ്യം ഏത് സബ്സെറ്റാണ് എഴുതേണ്ടത്? എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ്. ആരാ എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ്? എംപ്റ്റി സെറ്റ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. ഇനി ഒരു എലമെൻ്റുള്ള സബ്സെറ്റ് ഒന്ന് പറഞ്ഞോളൂ എൻ്റെ കൂടെ. ഒരു എലമെൻ്റുള്ള സബ്സെറ്റുകൾ ആരൊക്കെയാണ്? സെറ്റ് എ ബിയുടെ സെറ്റ് എ, സെറ്റ് ബി അല്ലേ? സെറ്റ് എ, സെറ്റ് ബി. ഇനി 2 എലമെൻ്റുള്ള സബ്സെറ്റ്. ആരാ 2 എലമെൻ്റുള്ള സബ്സെറ്റ്? സെറ്റ് എ ബി അല്ലേ? 2 എലമെൻ്റുള്ള സബ്സെറ്റ് സെറ്റ് എ ബി മാത്രം. ഇനി 3 എലമെൻ്റുള്ള സബ്സെറ്റ് ഉണ്ടാകില്ല. ഈ സെറ്റിന് ആകെ 4 സബ്സെറ്റുകളാണ് ഉണ്ടാവുക. എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ്,
ഒരെലമെൻ്റുള്ള 2 സബ്സെറ്റുകൾ, 2 എലമെൻ്റുള്ള ഒരു സബ്സെറ്റ്, അങ്ങനെ ആകെ 4 സബ്സെറ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ സിയുടെ ആൻസറിലേക്ക് പോകാം. ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? ആകെ 2�3. എത്ര? 2�3? 8 സബ്സെറ്റ്സ് ഉണ്ടാവും. ആദ്യം ഏത് സബ്സെറ്റ് എഴുതും? എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ്, അതായത് ഈ നൾ സെറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആർ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്, അല്ലേ? അപ്പോൾ ആദ്യം ആ എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ് എഴുതുകയാണ് ഞാൻ, എംപ്റ്റി സെറ്റ്. പിന്നെ ഒരു എലമെൻ്റുള്ള സബ്സെറ്റുകൾ ആരൊക്കെയാണ്? ഒരു എലമെൻ്റുള്ള സബ്സെറ്റുകൾ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. 3 എലമെൻറ്റ്സ് ആണ് സെറ്റിലുള്ളതെങ്കിൽ ഒരെലമെൻ്റുള്ള 3 സബ്സെറ്റുകളാണ് ഉണ്ടാവുക. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. ഓക്കെ, ഇനി 2 എലമെൻ്റുള്ള സബ്സെറ്റുകൾ അതാരൊക്കെയാ? നിങ്ങൾക്ക് തന്നെ പറയാം. സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി. സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി. ഓക്കെ, ഇനി 2 എലമെൻ്റുള്ള സബ്സെറ്റ് ഉണ്ടോ? ഇല്ല. ഇനി 3 എലമെൻ്റുള്ള സബ്സെറ്റ്, അതാര് തന്നെ? സെറ്റ് എ ബി സി തന്നെ. ഓക്കെ, 3 എലമെൻ്റുള്ള ഒരു സബ്സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. 4 എലമെൻ്റുള്ള സബ്സെറ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇവിടെ ഞാൻ എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റിന് ഒരു കളർ കൊടുത്തു, ഒരു എലമെൻ്റുള്ള സബ്സെറ്റിന് മറ്റൊരു കളർ കൊടുത്തു, 2 എലമെൻ്റുള്ള സബ്സെറ്റിന് വേറൊരു കളർ കൊടുത്തു, 3 എലമെൻ്റുള്ള സബ്സെറ്റിന് മറ്റൊരു കളർ കൊടുത്തു, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് വേർതിരിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കളർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എഴുതുമ്പോൾ ഒരേ കളറിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, 3 എലമെൻ്റുള്ള ഒരു സെറ്റിന് 2 എലമെൻറ്റ്സ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതി നോക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നറിയോ? ഈ നമ്പറുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു പാറ്റേൺ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ എലമെൻ്റ് ഇല്ല. ഇതൊന്ന് നോക്കൂ, നിങ്ങൾ രണ്ടാമത്തെ ഒന്ന് നോക്കൂ. എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റിൻ്റെ എണ്ണം 1 ആണ്, അല്ലേ? ഒരെലമെൻ്റ് ഉള്ളത് 2, 2 എലമെൻ്റ് 1. അപ്പം ഞാൻ ഫസ്റ്റ് റോയിൽ ഇങ്ങനെ 1 2 1 എഴുതി. ഇവിടെ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? 1 3 3 1. അപ്പോൾ നേരത്തെ എഴുതിയ 1 2 1ൻ്റെ താഴെ 1 3 3 1 എന്ന് നിങ്ങൾക്ക് എഴുതി നോക്കാം. ഈ 4 എലമെൻ്റ് ഉള്ളത് കൂടെ ഞാൻ പറയും. അന്നേരം നിങ്ങൾ അതിൻ്റെ ഇതുപോലത്തെ നമ്പർ ഒന്ന് എഴുതി നോക്കൂ. സ്വാഭാവികമായിട്ടും 5 മാർക്കൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഒരു പേരൊക്കെ ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാസ്കൽ ട്രയാങ്കിൾ എന്നാണ് പറയുക. അങ്ങനെ നിങ്ങൾ ആ ട്രയാങ്കിൾ ഒന്ന് വരച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ആ ട്രയാങ്കിളിലെ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കിയാൽ തീർച്ചയായിട്ടും ഈ നമ്പറുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാവും. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഞാൻ അടുത്തൊരു സെക്ഷനിൽ, അടുത്തൊരു പ്രോബ്ലത്തിൽ ഈ നമ്പർ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ വെച്ചും കണ്ടുപിടിക്കാവുന്നതാണ്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഓക്കെ, എനിവേ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ഡി. എന്താ ക്വസ്റ്റ്യൻ നമ്പർ ഡി? എ ബി സി ഡി എന്നുള്ള സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതുക. അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ എഴുതാം, അല്ലേ? നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കൂ. സ്റ്റാർട്ടിങ് എഴുതുക. ഇനി എവിടെയെങ്കിലും സ്ട്രക്ക് ആവുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് എൻ്റെ വിശദീകരണം ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യം എംപ്റ്റി സെറ്റ്, പിന്നെ ഒരെലമെൻ്റുള്ള സബ്സെറ്റ്. 4 എലമെൻറ്റ്സ് അല്ലേ സെറ്റിലുള്ളത്? ഇപ്പോൾ ഒരെലമെൻ്റുള്ള എത്ര സബ്സെറ്റ് ഉണ്ടാവും? 4 സബ്സെറ്റ്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് ഡി. ഓക്കെ, ഇനി 2 എലമെൻ്റുള്ള സബ്സെറ്റ് ആരൊക്കെ ഒന്ന് പറഞ്ഞേ? സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് എ ഡി. എ വെച്ചുള്ളത് കഴിഞ്ഞു. പിന്നെ സെറ്റ് ബി സി, സെറ്റ് ബി ഡി. ബി വെച്ചുള്ളത് കഴിഞ്ഞു. പിന്നെ സെറ്റ് സി ഡി, അല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി 3 എലമെൻ്റുള്ള സബ്സെറ്റ്. അത് നല്ലോണം ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. തുടങ്ങാം. നമുക്ക് എ വെച്ച് തുടങ്ങാം. പറഞ്ഞോളൂ. എ ബി സി, പിന്നെ എ ബി ഡി, എ ബി ഡി, എ ബി ഡി. ഓക്കെ, പിന്നെ എ ബി വെച്ചുണ്ടോ? എ ബി സി പറഞ്ഞു, എ ബി ഡി പറഞ്ഞു. പിന്നെ എ ബി വെച്ചുണ്ടാവില്ല. അപ്പോൾ ബിയെ നമുക്കങ്ങ് ഒഴിവാക്കാം. പിന്നെ പറ എ സി ഡി. അത് കറക്റ്റ് അല്ലേ? എ സി ഡി അതൊരു സബ്സെറ്റാണ്. പിന്നെ എ വെച്ചുണ്ടാകുമോ? ഇല്ല. പിന്നെ എ അങ്ങ് ഒഴിവാക്കാം. പിന്നെ ബി വെച്ചാലുള്ളത് ബി സി ഡി, ബി സി ഡി. 3 എലമെൻ്റുള്ള സബ്സെറ്റുകളുടെ എണ്ണം 4 ആണ്. ഓക്കെ, ഇനി 4 എലമെൻ്റുള്ളൊരു സബ്സെറ്റ് ഉണ്ടാവും. അതാരാ? സെറ്റ് എ ബി സി ഡി. അങ്ങനെ ആകെ എത്ര സബ്സെറ്റ് ഉണ്ടാവുക? 2⁴. എത്ര? 2⁴ 16. എണ്ണി നോക്കൂ, 16 സബ്സെറ്റ്സ് ടോട്ടലായിട്ടുണ്ടാവും. ഓക്കെ,
ഇതും നമ്മൾ നേരത്തെ 1331 മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ ഇതിൻ്റെ നമ്പർ എന്ന് എഴുതി നോക്കൂ. 14641 എന്ന് കിട്ടും. ഓക്കെ, ആ നമ്പർ അടുത്ത നമ്പർ കിട്ടാൻ അടുത്ത ലൈൻ അടുത്ത റോ കിട്ടുന്നതിന് വേണ്ടി ഒരു മാർഗമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാം. അങ്ങനെ നമുക്ക് എത്ര 3 എലമെൻ്റുള്ള അല്ലെങ്കിൽ 4 എലമെൻ്റുള്ള സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, സബ്സെറ്റുകൾ എഴുതാൻ പഠിച്ചാൽ മതി. അത് തെറ്റാതെ എഴുതാൻ വേണ്ടി എല്ലാവരും പഠിക്കുക. ഓക്കെ, ശരി. വൃത്തിയായിട്ട് എഴുതിയെടുത്തതിന് ശേഷം 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇതാണ് 10ാമത്തെ ചോദ്യം. നേരത്തെ ചോദ്യം തന്നെയാണ്, പക്ഷെ ചോദ്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? സബ്സെറ്റുകൾ എഴുതാനാണ്, പക്ഷെ സെറ്റിനകത്തുള്ളത് ഇവിടെ ഒരു സെറ്റാണ് സെറ്റിനകത്തുള്ളത്, ഇവിടെ ഒരു എലമെൻറ്റും ഒരു സെറ്റുമുണ്ട്. അപ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏതൊരു അറിയാത്ത കാര്യം നമുക്ക് കാണുമ്പോഴും അറിയുന്നതുമായിട്ട് കമ്പയർ ചെയ്യാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ഫൈ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫൈ എന്നുള്ളത് 1 ആണെന്ന് വിചാരിച്ചാൽ മതി. സെറ്റ് 1 ആണെങ്കിൽ എന്താ നമ്മൾ എഴുതുക, അതുപോലെ തന്നെ എഴുതുക. 1ന് പകരം 5 എന്ന് കൊടുത്താൽ പോരെ. ശരി, ഇപ്പോൾ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ ശ്രദ്ധിക്കൂ. സെറ്റ് ഫൈയുടെ ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ്, എം ടി സെറ്റ് അല്ല. സെറ്റിനകത്ത് 5 എന്നുള്ള എലമെൻ്റ് ഉണ്ട്, അപ്പോൾ സിംഗിൾട്ടൺ സെറ്റാണ്, ഒരു എലമെൻ്റ് ഉള്ള സെറ്റാണ്. ഒരു എലമെൻ്റ് ഉള്ള സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2:1, 2 സബ്സെറ്റ് ഉണ്ടാവും. ഒരു സബ്സെറ്റ് ആരാ? എം ടി സെറ്റ് അല്ലേ. രണ്ടാമത്തെ സബ്സെറ്റോ അതേ സെറ്റ് തന്നെ, ഈ ഒരു എലമെൻ്റ് ഉള്ള ആ സെറ്റ്. ഓക്കെ, സംശയമുണ്ടെങ്കിൽ ഇത് 1 ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ ആരായിരിക്കും? ഒന്ന് 5, ഒന്ന് സെറ്റ് 1. 1ന് പകരം 5 എന്ന് കൊടുത്താൽ മതി. ക്ലിയർ? ശരി, ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ബി. ഇവിടെ 2 എലമെൻ്റാണ് ഉള്ളത്, എ സെറ്റ് ബി. രണ്ടാമത്തത് ഒരു സെറ്റാണ്. എനിവേ നമുക്ക് തുടങ്ങാം. ആദ്യം എം ടി സെറ്റ് എഴുതി, പിന്നെ ഒരു എലമെൻ്റുള്ള ആദ്യത്തെ സബ്സെറ്റ് സെറ്റ് എ എഴുതി. ഇനി രണ്ടാമത്തെ എലമെൻ്റ് സെറ്റ് ബി ആണ്. ആ എലമെൻ്റ് ഉള്ള ഒരു സബ്സെറ്റ് എഴുതണം. അപ്പോൾ സെറ്റ് ബി ആണ് എലമെൻ്റ്, അതുള്ള സെറ്റ് ഏതാ? സെറ്റ് ബി. ഓക്കെ, ശരി. ഇനി 2 എലമെൻ്റുള്ള സബ്സെറ്റ് ആരാ? അത് ഫുൾ സെറ്റ് തന്നെ, സെറ്റ് എ സെറ്റ് ബി. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വെറും ബി ആണെന്ന് കരുതുക. അപ്പം നമുക്ക് എഴുതാൻ അറിയാലോ. എന്നിട്ടോ ആ വെറും ബി ഉള്ളിടത്തൊക്കെ ഒരു സെറ്റ് ബി എന്ന് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഈ സിമ്പിളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കണം. ഇത് സെറ്റിൻ്റെ സിമ്പിളാണ്, ചെറുതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. വലുതായപ്പോൾ ചെറുതായി പോയതാണ്, ഇതിൻ്റെ സൈസ് വലുതായപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ചെറുതായി പോയതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ചോദ്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റിംഗ് ആവും. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം പവർ സെറ്റ് എഴുതാൻ. ഈ സെറ്റുകളിലൊക്കെ പവർ സെറ്റ്, സബ്സെറ്റുകൾ എഴുതാൻ അറിയുന്ന ആർക്കും പവർ സെറ്റ് എഴുതാം. എന്താ പവർ സെറ്റ് എന്ന് വെച്ചാൽ? ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ സെറ്റിനല്ലേ പവർ സെറ്റ് എന്ന് പറയുക. എന്തായിരുന്നു സിമ്പിൾ? പി ഓഫ് എ. കറക്റ്റ്, ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ. ശരി, സെറ്റ് 0യുടെ പവർ സെറ്റ് എഴുതുക. ആദ്യം സെറ്റ് 0യുടെ എല്ലാ സബ്സെറ്റുകളും എഴുതുക. ആരൊക്കെയാണ് സെറ്റ് 0യുടെ സബ്സെറ്റുകൾ? ആദ്യത്തത് എലമെൻ്റ് ഇല്ലാ സബ്സെറ്റ് 5, മറ്റൊന്ന് ഒരെലമെൻ്റുള്ള സബ്സെറ്റ് സെറ്റ് 0. അപ്പോൾ 2 സബ്സെറ്റുകൾ എഴുതി അല്ലേ. ഇനി അതിനെ സെറ്റിനകത്താക്കണം. സെറ്റിനകത്താക്കി ഇതിനല്ലേ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. എന്താ സിമ്പിൾ? പി ഓഫ് എ എന്നാണ് സിമ്പിൾ. അപ്പോൾ പി ഓഫ് എ ഈക്വൽ സെറ്റ് 5, സെറ്റ് 0. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എന്താ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? എല്ലാ സബ്സെറ്റുകളും എഴുതുക, സബ്സെറ്റിനെ ഒരു സെറ്റിനകത്താക്കുക. പുറത്തുള്ള സെറ്റിന് കനം കൊടുക്കൊന്നും വേണ്ട, അത് ഞാൻ കൊടുത്തത് നിങ്ങൾ വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ബി. ഇനി പവർ സെറ്റ് ഓഫ് ബി ആണ് എഴുതേണ്ടത്. എഴുതാം. സെറ്റ് 36ൻ്റെ സബ്സെറ്റുകൾ ആരൊക്കെയാണ്? ആദ്യം എലമെൻ്റ് ഇല്ല സബ്സെറ്റ് 5 എഴുതി. നമുക്ക് സെറ്റ് ഓപ്പൺ ചെയ്യാം. പവർ സെറ്റ് എഴുതുമ്പോൾ ഈ സെറ്റ് ഓപ്പൺ ചെയ്തു. ഇനി എലമെൻ്റ് ഇല്ല സബ്സെറ്റ് 5 എഴുതി. ഒരു എലമെൻ്റുള്ള സബ്സെറ്റ് സെറ്റ് 3 സെറ്റ് 6 എഴുതി. 2 എലമെൻ്റുള്ള സബ്സെറ്റ് സെറ്റ് 3 6 എഴുതി. ഈ സെറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എന്താ ഉള്ളത്? പവർ സെറ്റ് ഓഫ് ബിയിൽ എന്താ ഉള്ളത്? ബിയുടെ എല്ലാ സബ്സെറ്റുകളും. ഓക്കെ, ഈ സെറ്റിനകത്തുള്ളത് ബിയുടെ എല്ലാ സബ്സെറ്റുകളും. ഇനി സി സ്വന്തമായിട്ട് എഴുതിക്കൂടെ? പവർ സെറ്റ് ഓഫ് സി 2 ഫോർ സി എന്നാണ്. എന്തായാലും ഒരു കുഴപ്പമില്ല. സെറ്റ് സിമ്പിൾ കൊടുത്തു. ആദ്യം എം ടി സെറ്റ് എഴുതി. സെറ്റ് 2 സെറ്റ് 4 സെറ്റ് സി അല്ലേ. പിന്നെ 2 എലമെൻ്റിലെ സബ്സെറ്റ് പറ. സെറ്റ് 2 4 സെറ്റ് 2 സി സെറ്റ് 4 സി. ഓക്കെ, പിന്നെ 3 എലമെൻ്റിലെ സബ്സെറ്റ് ആരാ? സെറ്റ് 2 4 സി. ഈ സെറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുക. എല്ലാ സബ്സെറ്റുകളും എഴുതുക, എന്നിട്ടോ അതിനെ ഒരു സെറ്റിനകത്താക്കാം. ഇനി ക്വസ്റ്റ്യൻ ഡി പറയൂ. 4 എലമെൻറ്റ്സ് ഉണ്ട്, 16 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. പെട്ടെന്ന് എഴുതണേ. പറ്റുകയാണെങ്കിൽ സ്വന്തമായിട്ട് എഴുതിക്കോളൂ, അതാണ് ഏറ്റവും നല്ലത്. സെറ്റിൻ്റെ സിമ്പിൾ കൊടുത്തു.
5 എഴുതി. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4 പറ. സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 1 4 അല്ലേ. പിന്നെ സെറ്റ് 2 3, സെറ്റ് 2 4, സെറ്റ് 3 4. 2 എലമെൻറ്റുള്ള സബ്സെറ്റുകൾ കഴിഞ്ഞു. ഇനി 3 എലമെൻറ്റ്, അതാണല്ലോ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. സെറ്റ് 1 2 3, സെറ്റ് 1 2 4, സെറ്റ് 1 3 4, സെറ്റ് 2 3 4. 3 എലമെൻറ്റുള്ള എല്ലാ സബ്സെറ്റും എഴുതി. ഈ 4 എലമെൻറ്റുള്ള സബ്സെറ്റ് ആരാ? സെറ്റ് 1 2 3 4. ഇതോടുകൂടി അതിൻ്റെ എല്ലാ സബ്സെറ്റുകളും നമ്മൾ എഴുതി അതിനെ സെറ്റിനകത്താക്കി. അതിൻ്റെ പേരാണ് പവർ സെറ്റ്. പവർ സെറ്റ് വളരെ പ്രധാനമാണ്, വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കി നന്നാക്കി എഴുതണം. എഴുതിയല്ലോ അല്ലേ. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12. എ സെറ്റ് എ ഹാസ് 10 എലമെൻറ്റ്സ്. ഒരു സെറ്റിനകത്ത് 10 എലമെൻറ്റ്സ് ഉണ്ട്, 10 എലമെൻറ്റ്സ്. ദെൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. 10 എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണമേ ചോദിക്കൂ. സബ്സെറ്റ് എഴുതാൻ പറയില്ല, കാരണം ഒരുപാട് എഴുതാനുണ്ടാവും. ഓക്കെ, സബ്സെറ്റുകളുടെ എണ്ണം എഴുതുക. പവർ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് എഴുതുക. പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം. ഫൈൻഡ് ദി നമ്പർ ഓഫ് എന്നുള്ളത് ഇവിടെയൊക്കെ ബാധകമാണ്. ഓക്കെ, നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ ആയിട്ട് തുടങ്ങാം. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എയുടെ ആൻസറാണ്. സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സാണ് ഉള്ളത്? 10 എലമെൻറ്റ്സ്. അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ടാവുക? സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല എന്താ? 2m അല്ലേ. 2m. ആരാ എം? എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് എ ആണ് അല്ലേ. എം നമ്പർ ഓഫ് എ ആണ്. നമ്പർ ഓഫ് എ എത്രയാ? 10. അപ്പോൾ ആൻസർ എന്താ വരിക? 210. എത്ര 210? 210 നമുക്ക് പരിചയമുള്ള നമ്പറാണല്ലോ അല്ലേ. എത്ര 210? 1024. നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് 210 അല്ലേ. 1024 KB അല്ലേ ഒരു MB. 1024 MB അല്ലേ ഒരു GB. ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന വാക്കുകളാണ്. 1024 MB, GB, KB, TB എന്നൊക്കെ സ്ഥിരം പറയുന്നതാണ്. അതൊക്കെ 1024 എണ്ണമാകുമ്പോഴാണ് അടുത്ത നമ്പറിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡെയിലി ഉപയോഗിക്കുന്ന നമ്പറുകളാണ് 1024. 210ൻ്റെ വാല്യൂ 1024 ആണ്. ബൈ ഹാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ബി. വൃത്തിയായിട്ട് എഴുതിയെടുക്കണം ബിയുടെ ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ ബി? നോക്കൂ, ബി എന്താ ക്വസ്റ്റ്യന്? പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? പവർ സെറ്റിലെ എലമെൻറ്റ്സ് ആരാ? സബ്സെറ്റുകളല്ലേ. പവർ സെറ്റിനകത്ത് എന്താ പവർ സെറ്റ്? ദി സെറ്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. അപ്പോൾ സബ്സെറ്റുകളാണ് പവർ സെറ്റിൽ ഉണ്ടാവുക. അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് പവർ സെറ്റിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പി ഓഫ് എസ് ഈക്വൽ ടു 2m തന്നെ. m ഈക്വൽ ടു 10 ആണ്. അപ്പോൾ 210 1024. രണ്ട് ചോദ്യവും ഒന്നാ. പക്ഷെ രണ്ടും ഒന്നാണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു തവണ ചെയ്യണ്ടേ? അതിനു വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. എത്ര സബ്സെറ്റുകളുണ്ടോ അത്രയും സബ്സെറ്റുകളാണ് പവർ സെറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് പവർ സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണം സബ്സെറ്റുകളുടെ എണ്ണത്തിന് ഈക്വലാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം പ്രോപ്പർ സബ്സെറ്റാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ സി എന്താ നോക്കൂ. എത്ര പ്രോപ്പർ സബ്സെറ്റുകളുണ്ട്? എന്തായിരുന്നു പ്രോപ്പർ സബ്സെറ്റ്? മറന്നുപോയോ? ഒരു സെറ്റിന് ഒരുപാട് സബ്സെറ്റുകൾ ഉണ്ടാവും. ആരാ പ്രോപ്പർ സബ്സെറ്റ്? ആ സെറ്റ് അല്ലാത്ത എല്ലാ സബ്സെറ്റുകൾക്കും നമ്മൾ എന്ത് പറയും? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. എക്ക് 1024 സബ്സെറ്റ് ഉണ്ട്. അതിൽ ഒരു സബ്സെറ്റ് എ ആണ്. എ പ്രോപ്പർ അല്ല. അപ്പോൾ എ എന്നുള്ള സബ്സെറ്റിനെ അങ്ങ് ഒഴിവാക്കുക. ബാക്കി എത്ര സബ്സെറ്റ് ഉണ്ടാവുക? 1023 അല്ലേ. 1024 നിന്ന് 1 കുറച്ചാൽ 1023 അല്ലേ. അപ്പോൾ ആൻസർ പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം 1023 ആണ്. ഇനി നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഫോർമുല? 2m-1. എം ആരാ? നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു 10. അപ്പോൾ 210-1 1024-1 ഈക്വൽ ടു 1023. ഇതുപോലെ അങ്ങ് ബൈഹാർട്ട് ചെയ്യാതെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ക്ലിയർ ആണല്ലോ. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ഡി. ഇനിയുള്ള ചോദ്യങ്ങൾ കുറച്ചുകൂടെ രസകരമായിട്ടുള്ള ചോദ്യം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിങ് എക്സാക്ട്ലി 1 എലമെൻറ്റ്. നേരത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു എലമെൻ്റുള്ള സബ്സെറ്റുകളുടെ എണ്ണം അല്ലേ. സെറ്റിൽ 10 എലമെൻറ്റ്സ് അല്ലേ ഉള്ളത്. 10 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു എലമെൻ്റുള്ള എത്ര സബ്സെറ്റ് ഉണ്ടാവും? ആ സെറ്റ് 1 2 3 4 അപ് ടു 10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു എലമെൻ്റിലെ സബ്സെറ്റുകൾ ആരൊക്കെയാണ്? സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 എക്സെട്രാ സെറ്റ് 10 അല്ലേ. അപ്പോൾ 10 സബ്സെറ്റ്സ് ആണ് ഉണ്ടാവുക. ഒരു എലമെൻ്റുള്ള എക്സാക്ട്ലി 1 എലമെൻ്റുള്ള ഒരു എലമെൻറ്റ് മാത്രമുള്ള സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയുമായിരിക്കും. നമ്പർ ഓഫ് എ ആയിരിക്കും. നമ്പർ ഓഫ് എ 10 ആണ്. അതുകൊണ്ട് ആൻസർ 10 ആണ്. അത് വളരെ കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 4 എലമെൻ്റാണ് ഒരു സെറ്റിലുള്ളതെങ്കിൽ 4 സബ്സെറ്റുകളിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല.
ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. സബ്സെറ്റ്സ് ഹാവിങ് എക്സാക്ട്ലി 2 എലമെൻറ്റ്സ്. ഓക്കെ, 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം. ആ 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പാസ്കൽ ട്രയാങ്കിളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിയോ? ഒരു പക്ഷേ അങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, 10 എലമെൻസാണ് പറഞ്ഞത്. 10 എലമെൻസ് ആകുമ്പോൾ അങ്ങനെ 10 റോസ് താഴേക്ക് എഴുതിയാലേ നമുക്കത് മനസ്സിലാവും. അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമുക്കൊരു മാർഗ്ഗം വേണം. ഈ സെറ്റിൽ ഇപ്പോൾ ഈ സെറ്റ് 1 2 3 അപ് ടു 10 ആണെന്ന് വിചാരിക്കാം. 2 എലമെൻറ്റ് മാത്രമുള്ള സബ്സെറ്റുകൾക്ക് എക്സാമ്പിളാണ് സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 1 4, സെറ്റ് 7 8 ഒക്കെ അതിന് എക്സാമ്പിളാണ്. അങ്ങനെയുള്ള സബ്സെറ്റുകൾ മൊത്തം എഴുതി നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, അപ്പോൾ അതിനൊരു മാർഗം വേണം. ആ ഒരു മാർഗം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മറ്റൊരു ചാപ്റ്ററിലാണ്. ഇപ്പം ഞാനതിന് പെട്ടെന്നൊരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ആ മാർഗം ഇതാണ്. 10 എലമെൻസ് അല്ലേ ആകെ ഈ സെറ്റിനകത്തുള്ളത്, 2 എലമെൻറ്റുള്ള സബ്സെറ്റുകളല്ലേ വേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 10 × 9/1 × 2 എന്ന് എഴുതലാം. ആകെ 10 എലമെൻസ് ഉണ്ട്, 2 എലമെൻറ്റുള്ള സബ്സെറ്റുകളാണ് വേണ്ടത്. അപ്പം 10 × 9/1 × 2. 2ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ 5 അല്ലേ കിട്ടുക. 5 × 9 = 45 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കിട്ടി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? അത് എങ്ങനെയാണ് കിട്ടിയെന്ന് എവിടെ നമ്മൾ പഠിക്കുക എന്നറിയോ? അത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ നമ്പർ 7ലാണ്. ചാപ്റ്റർ നമ്പർ 7ൻ്റെ പേര് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നാണ്. ആ ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇത് വിശദീകരിക്കും. ഓക്കെ, എങ്കിലും അന്നേരം നമ്മൾ സെറ്റിനെ കുറിച്ചൊരു പക്ഷേ പറയണമെന്നില്ല. അതിനു വേണ്ടിയാണ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. ആ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ശരി, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 10 എലമെൻ്റുള്ള ഒരു സെറ്റിൽ എക്സാക്ട്ലി 2 എലമെൻ്റ് ആയിട്ടുള്ള സബ്സെറ്റുകളുടെ എണ്ണം കാണാൻ ചെയ്യേണ്ടത് 10 × 9/1 × 2 എന്ന് എഴുതലാം. അപ്പോൾ എക്സാക്ട്ലി 3 ആണെങ്കിലോ സിമ്പിൾ 10 × 9 × 8/1 × 2 × 3. എക്സാക്ട്ലി 4 എലമെൻറ്റ്സ് ആണെങ്കിലോ 10 × 9 × 8 × 7/1 × 2 × 3 × 4. മനസ്സിലായോ? ഒരു സെറ്റിനകത്തെ 100 എലമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതുക. അതിന് 3 എലമെൻറ്റ്സ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എക്സാക്ട്ലി 3 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റ് 100 × 99 × 98/1 × 2 × 3. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റാണോ വേണ്ടത് അത് 1 മുതൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 എലമെൻറ്റ്സ് ആണെങ്കിൽ 1 × 2 × 3 × 4 × 5. മുകളിൽ എത്ര എലമെൻറ്റ്സ് അതിനകത്തുണ്ടോ അവിടെ നിന്ന് താഴേക്ക് 5 എണ്ണം എഴുതുക. 100 ആണെങ്കിൽ 100 × 99 × 98 × 97 × 96 അങ്ങനെ താഴേക്ക് 5 എണ്ണം എഴുതുക. പറഞ്ഞത് മനസ്സിലായോ? ഇതാണിത് കണ്ടുപിടിക്കാനുള്ള മാർഗം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. 10 എലമെൻറ്റ്സ് ഉള്ള സെറ്റിനകത്ത് 4 എലമെൻറ്റ്സ് ഉള്ള എത്ര സബ്സെറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി 4 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റുകൾ 4 ആണ് ചോദിച്ചതെങ്കിൽ 10ൽ തുടങ്ങി 4 എണ്ണം എഴുതാം. 10 × 9 × 8 × 7. താഴെ 1 × 2 × 3 × 4. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിന്ന്. ഇത് പഠിച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇത്ര എഴുതിയെടുത്താൽ മതി നോട്ടിൽ കേട്ടോ. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം ഏതാണ് എന്ന് നോക്കാം. എ സെറ്റ് എ ഹാസ് 127 പ്രോപ്പർ സബ്സെറ്റ്സ്. Then find the cardinality of A, number of subsets of A, number of power set of A, number of subsets having more than 1 element. ഓക്കെ, ഇതാണ് ചോദ്യം. ഒരു സെറ്റിൽ 127 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്. ഒരു സെറ്റിന് 127 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്. ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ കാർഡിനാലിറ്റി എന്താണ്? സബ്സെറ്റുകളുടെ എണ്ണമല്ല 127, പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണമാണ്. ഓക്കെ, ശരി. എന്താണ് കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ? എയുടെ ആൻസറാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്താ കാർഡിനാലിറ്റി? നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ? ആ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. അതിനിവിടെ തന്ന കാര്യം എന്താ? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ = 127 തന്നിട്ടുണ്ട്. എന്താ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് കാണാനുള്ള ഫോർമുല? 2m-1 അല്ലേ, ഈക്വൽ ടു 127. m അല്ലേ നമ്പർ ഓഫ് എ, അതല്ലേ കാർഡിനാലിറ്റി. ശരി, അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 2m ആരാ? 127 + 1 അല്ലേ, ദാറ്റ് ഈസ് 2m = 128. അപ്പോൾ ഈ 128ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? 128 നമുക്ക് 2ൻ്റെ പവർ ആക്കി എഴുതാൻ പറ്റണം. എങ്കിലേ അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാവും. ഓക്കെ, 128 2 എത്രയാ? അത് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ. 2 5 32. അതുവരെ എല്ലാവർക്കും ബൈ ഹാർട്ട് ആയിരിക്കും അല്ലേ. 2 6 64. 2 7 ആണ് 128. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2m = 2 എന്ന് എഴുതാം. അപ്പോൾ m = 7. അതായത് കാർഡിനാലിറ്റി എന്ത് പറയാം? കാർഡിനാലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് എ = 7 എന്ന് പറയാം. ആൻസർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും.
ഓക്കെ, 128 2⁻7 ആണ് ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. 2വിൻ്റെ ആദ്യത്തെ ഒരു 10 പവേഴ്സ് കാണാൻ പഠിക്കുന്നത് നല്ലതാണ്. 2⁻1 2 4 അല്ലേ, 2⁻3 8 16 32 64 128 then 256 512 1024 ഇങ്ങനെ ഒരു 10 പവേഴ്സ് കാണാൻ പഠിക്കണം നല്ലതാണ്. ഇനി നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, 128നെ കൊച്ചു കുട്ടികളൊക്കെ ഫാക്ടറൈസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ അങ്ങ് ഫാക്ടറൈസ് ചെയ്താൽ മതി. 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 2 × 2 × 2 × 2 × 2 × 2 2⁻7 എന്ന് കിട്ടും. 7 ടൈംസ് അതുണ്ടാവുക. അങ്ങനെയും അത് മനസ്സിലാക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ബി എന്താ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ആണ്. അത് വളരെ സിമ്പിൾ അല്ലേ. പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം 127. അപ്പോൾ സബ്സെറ്റുകളോ ഒരു സബ്സെറ്റ് കൂടെ അല്ലേ കൂടുതൽ ഉണ്ടാവുള്ളൂ, എ എന്നുള്ള സബ്സെറ്റ്. അപ്പോൾ 128 എന്ന് കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈക്വൽ 2⁻m എങ്ങനെയും പറയാം. ദാറ്റ് ഈസ് m is equal 7. അപ്പോൾ 2⁻7 ആൻസർ വരും. ദാറ്റ് ഈസ് 128. ഇങ്ങനെ പറയാം, ഫോർമുല ഉപയോഗിച്ച് പറയാം. അല്ലെങ്കിൽ 127 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്, ഒരു സെറ്റ് കൂടെ അല്ലേ സബ്സെറ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ, എ മാത്രം. അപ്പോൾ 127 + 1 = 128 എന്ന് പറയാം. ഓക്കെ, അടുത്ത നമ്പർ ഓഫ് പി ഓഫ് എ. നമ്പർ ഓഫ് പി ഓഫ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമ്പർ ഓഫ് സബ്സെറ്റ് തന്നെ അല്ലേ നമ്പർ ഓഫ് പി ഓഫ് എ. ദാറ്റ് ഈസ് ഈക്വൽ 2⁻m ഈസ് ഈക്വൽ ടു 128. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനത്തത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിങ് മോർ ദാൻ 1 എലമെൻറ്റ്. അതൊരു അടിപൊളി ക്വസ്റ്റ്യനാണ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിങ് മോർ ദാൻ 1 എലമെൻറ്റ്, ഇതാണ് ചോദ്യം. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കൂ. ഈ സെറ്റിനകത്ത് 7 എലമെൻറ്റ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. 7 എലമെൻറ്റ്സുള്ള സെറ്റിലെ സബ്സെറ്റുകൾ ഏതൊക്കെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക? എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ് ഉണ്ടാവും, 1 എലമെൻ്റ് ഉള്ളത് സബ്സെറ്റ് ഉണ്ടാവും, 2 എലമെൻ്റ് ഉള്ള, 3 എലമെൻ്റ്, 4 എലമെൻ്റ്, 5 എലമെൻ്റ്, 6 എലമെൻ്റ്, 7 എലമെൻ്റ് വരെയുള്ള സബ്സെറ്റുകൾ ഉണ്ടാവും. നമുക്കിവിടെ എന്താ വേണ്ടത്? നമ്പർ ഓഫ് സബ്സെറ്റ് ഹാവിങ് മോർ ദാൻ 1 എലമെൻറ്റ്. ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണമാണ് വേണ്ടത്. അതായത് 2 എലമെൻ്റ് ഉള്ളത്, 3 എലമെൻ്റ് ഉള്ളത്, 4 എലമെൻ്റ് ഉള്ളത്, 5 എലമെൻ്റ് ഉള്ളത്, 6 എലമെൻ്റ് ഉള്ളത്, 7 എലമെൻ്റ് ഉള്ളത്, ഇത്രയും സബ്സെറ്റുകളുടെ എണ്ണം ആഡ് ചെയ്യാണ് വേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും അല്ലേ. അപ്പോൾ അതിനൊരു ടെക്നിക്കുണ്ട്. എന്താ ടെക്നിക്ക് എന്നറിയോ? ആകെ എത്ര സബ്സെറ്റുകളുണ്ട് എന്ന് നോക്കാം. അത് വളരെ സിമ്പിൾ അല്ലേ. ആകെയുള്ള സബ്സെറ്റുകൾ എത്രയാ? 2⁻7. ഓക്കെ, ആകെയുള്ള സബ്സെറ്റുകൾ 2⁻7. അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 1 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളും എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റിൻ്റെയും എണ്ണം കുറച്ചാൽ മതി. ഓക്കെ, അപ്പം പിന്നെന്താ കിട്ടുക? 2 3 4 5 6 7 8 എലമെൻറ്റ്സുള്ള സബ്സെറ്റുകളല്ലേ കിട്ടുക അല്ലേ. ആകെയുള്ള സബ്സെറ്റുകൾ 2⁻7 ആണ്. അതിൽ നിന്ന് എന്ത് കുറക്കുക? 1 എലമെൻ്റ് ഉള്ള സബ്സെറ്റ്. 1 എലമെൻ്റ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ടാവുക? 7 അല്ലേ. എലമെൻ്റ് ഇല്ലാത്ത എത്ര സബ്സെറ്റ് ഉണ്ടാവും? 1. അപ്പോൾ ആകെയുള്ള സബ്സെറ്റ് 128ൽ നിന്ന് എന്ത് കുറക്കുക? 1 എലമെൻ്റ് ഉള്ള 7 സബ്സെറ്റ് പ്ലസ് എലമെൻ്റ് ഇല്ലാത്ത എം ടി സെറ്റിൻ്റെ എണ്ണം 1 കുറച്ചാൽ ആൻസർ കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്പർ ഓഫ് സബ്സെറ്റ് ഹാവിങ് മോർ ദാൻ 1 എലമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആകെയുള്ള സബ്സെറ്റുകളിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടത് 1 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളും എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റും. അത് 1 എലമെൻ്റ് ഉള്ള സബ്സെറ്റിൻ്റെ എണ്ണം നമ്പർ ഓഫ് എ, എലമെൻ്റ് ഇല്ലാത്ത സബ്സെറ്റ് 5 ആണ്, അതിൻ്റെ എണ്ണം 1, അത് രണ്ടുകൂടെ കുറക്കുക. ദാറ്റ് ഈസ് 128 - 8 = 120. ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, നമ്പർ ഓഫ് സബ്സെറ്റ് ഹാവിങ് മോർ ദാൻ 2 എലമെൻറ്റ്സ് ചോദിക്കാം. അപ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവും, അത് ഞാനിവിടെ ചെയ്യുന്നില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളിലെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കിയവരായിട്ട് മാറുക. ഓക്കെ, പരമാവധി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. 14ാമത്തെ ചോദ്യം നോക്കാം. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് 14ാമത്തെ ക്വസ്റ്റ്യന്. ടെക്സ്റ്റ് ബുക്കുള്ള ചോദ്യം അതേപോലെ കോപ്പി ചെയ്താണ്. ഈ സെറ്റിനകത്ത് 4 എലമെൻറ്റ്സ് ഉണ്ട്. 1 2 സെറ്റ് 3 4 5. ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെല്ലാമാണ് ശരി, ഏതെല്ലാമാണ് തെറ്റെന്നാണ് ചോദിച്ചത്. തെറ്റും ശരിയും പറയാനാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉദ്ദേശം സബ്സെറ്റും ബിലോങ്സ് ടും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കലാണ്. സബ്സെറ്റ് എന്താണ്, ബിലോങ്സ് ടു എന്താണ്? വളരെ സിമ്പിൾ അല്ലേ. നിങ്ങൾ ഈ ചോദ്യം എഴുതിയെടുക്കാം, ശേഷം ആൻസർ സ്വന്തമായിട്ട് എഴുതാം. എന്താ എഴുതേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 14 അല്ലെങ്കിൽ ആൻസർ എന്ന് എഴുതിയിട്ട് 1 എന്ന് എഴുതിയിട്ട് ശരിയാണെങ്കിൽ ട്രൂ എന്ന് എഴുതാം, തെറ്റാണെങ്കിൽ ഫോൾസ് എന്ന് എഴുതാം. അങ്ങനെ ഈ 11 ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാം. ഓക്കെ, അതിന് ശേഷം ട്രൂ ഫോൾസ് എന്ന് എഴുതിയാൽ മതി. ഞാൻ എൻ്റെ ആൻസർ ഇവിടെ എഴുതും, അതും നിങ്ങൾ എഴുതും. ശരിയാണോ നോക്കാം. 11 ശരിയാണെങ്കിൽ നിങ്ങൾക്കിതുവരെ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഒരു 8ൽ കൂടുതലെങ്കിലും എല്ലാവർക്കും ശരിയാകണം, എങ്കിലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുള്ളൂ. എത്ര എണ്ണം ശരിയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, ശരി. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ എന്താ വരെ നോക്കൂ. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കൂ. സെറ്റ് 3 4 സബ്സെറ്റ് ഓഫ് എ എന്നാണ് തന്നത്. ഇവിടെ എത്ര എലമെൻറ്റ്സാണ് ഉള്ളത്? 1 2 സെറ്റ് 3 4 5.
നാല് എലമെൻറ്റ്സ് ഉണ്ട്. സെറ്റ് 3 ഫോർ സബ്സെറ്റ് ഓഫ് എ ശരിയാണോ? ശരിയാകണമെങ്കിൽ 3 എന്നുള്ള എലമെൻറ്റ് ഇവിടെ വേണം. ഉണ്ടോ? ഇല്ല. ഇവിടെ 4 എലമെൻറ്റേ ഉള്ളൂ. 1 2 സെറ്റ് 3 4 5. 3 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇവിടെ ഇല്ല. ഓക്കെ, 3 എന്ന് പറയുന്ന ഒരു സിംഗിൾ എലമെൻറ്റ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ തെറ്റാണ്. ഓക്കെ, രണ്ടാമത്തതോ സെറ്റ് 3 4 ബിലോങ്സ് ടു എ. അത് ശരിയാണ്, കാരണം സെറ്റ് 3 4 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തതോ സെറ്റ് 3 4 സബ്സെറ്റ് ഓഫ് എ. അതിന് വേണ്ടത് ഇതിനകത്തുള്ള എലമെന്റ് സബ്സെറ്റ് ആയാൽ മതി. അകത്തുള്ള എലമെന്റ് ബിലോങ്സ് ടു ആയാൽ മതി. സെറ്റ് 3 4 ബിലോങ്സ് ടു എന്നുള്ളത് കറക്റ്റ് ആണ്, അതുകൊണ്ട് അത് ട്രൂ ആണ്. ഓക്കെ, 1 ബിലോങ്സ് ടു എ കറക്റ്റ് അല്ലേ? ശരി, 1 സബ്സെറ്റ് ഓഫ് എ, അതെന്തായാലും തെറ്റല്ലേ, 1 ഒരു സെറ്റ് അല്ലല്ലോ, ഫോൾസ്. ഓക്കെ, ശരി, സെറ്റ് 1 to 5 സബ്സെറ്റ് ഓഫ് എ. 1 ഉണ്ടാവണം, 2 ഉണ്ടാകണം, 5 ഉണ്ടാകണം. ഉണ്ടോ? 1ഉം 2ഉം 5 ഒക്കെ ഈ സെറ്റിനകത്തുണ്ട്. അത് കറക്റ്റാണ്. ഓക്കെ, ശരി, 1 to 5 ബിലോങ്സ് ടു എ. അത് ഫോൾസ്. 1 to 5 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് ഫോൾസ്. ഓക്കെ, സെറ്റ് 1 to 3 സബ്സെറ്റ് ഓഫ് എ. 1 വേണം സെറ്റിൽ, 2 വേണം സെറ്റിൽ, 3 വേണം സെറ്റിൽ. ഉണ്ടോ? 1ഉം 2 ഉണ്ട്, 3 ഇല്ലല്ലോ. 3 എന്നുള്ള എലമെന്റ് എ എന്നുള്ള സെറ്റിൽ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് അത് ഫോൾസ് ആണ്. ഓക്കെ, 5 ബിലോങ്സ് ടു എ. 5 എന്നുള്ള എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇവിടെ ആകെ 4 എലമെന്റേ ഉള്ളൂ. 1 2 സെറ്റ് 3 4 5. 5 എന്നുള്ള എലമെന്റ് ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ഓക്കെ, ശരി, ഇനി പത്താമത്തത് 5 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആർ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. 5 എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് അല്ലേ? 5 സബ്സെറ്റ് ആണ് എന്നുള്ളത് ശരിയാണ്. ഓക്കെ, സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ. അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം? 5 എയിൽ വേണം. 5 എയിലെ മെമ്പർ ആകണം. അപ്പോൾ അങ്ങനെ 5 എയിലെ മെമ്പർ ആണോ? അല്ല, അതുകൊണ്ട് അത് ഫോൾസാണ്. അപ്പോൾ ബിലോങ്സ് ടു എന്ന് പറയണമെങ്കിൽ ആ എലമെന്റ് അതിനകത്ത് വേണം. സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ സെറ്റിനകത്തുള്ള എലമെന്റ് അതിനകത്ത് വേണം. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? 11 ശരിയുള്ള കുട്ടികൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, 11 ശരിയാണെങ്കിൽ. ഇനി 8ൽ കൂടുതൽ ശരിയുള്ളവർക്കൊക്കെ ചെയ്യാം. അതിൽ താഴെയാണ് ശരിയെങ്കിൽ കുഴപ്പമില്ല, ഒന്നുകൂടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേൾക്കുക. ഓക്കെ, അവസാനത്തെ ചോദ്യം, 15ാമത്തെ ചോദ്യം. ഇതാണ് 15th ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. 3 സെറ്റുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ്, ഈ തന്നിരിക്കുന്ന 4 സെറ്റുകളിൽ ഏതൊക്കെ സെറ്റുകളാണ് എ ബി സിയുടെ യൂണിവേഴ്സൽ സെറ്റ്? ഈ 3 സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് ആരൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും? എന്താ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ? ദി സെറ്റ് വിച്ച് ഇസ് ദി സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ദി സെറ്റ് അണ്ടർ കൺസിഡറേഷൻ. ചോദിക്കുമ്പോഴേക്ക് അങ്ങ് ആൻസർ പറയണം. ദി സെറ്റ് വിച്ച് ഇസ് ദി സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ദി സെറ്റ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ ഇത് യൂണിവേഴ്സൽ സെറ്റ് ആകണമെങ്കിൽ എന്ത് വേണം? ഇത് ഈ 3 സെറ്റുകളുടെയും സൂപ്പർ സെറ്റ് ആയിരിക്കണം. ഓക്കെ, അതാണോ 0 1 2 3 4 6 ഈ 3 സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റ് ആണോ? ആകണമെങ്കിൽ സിയുടെ യൂണിവേഴ്സൽ സെറ്റും ആകണമല്ലോ. സിയിൽ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് സിയുടെ സൂപ്പർ സെറ്റ് അല്ല ഈ തന്നിരിക്കുന്ന 1ാമത്തെ സെറ്റ്. അതുകൊണ്ട് 1ാമത്തെ ആൻസർ നോട്ട് എ യൂണിവേഴ്സൽ സെറ്റ് എന്നാണ്. ഇനി 5 എന്ന് പറയുന്നത് ഇവിടെയൊക്കെ സൂപ്പർ സെറ്റ് ആണോ? 5 ആകണം സൂപ്പർ സെറ്റ് അല്ലല്ലോ. 5 ആരുടെയും സൂപ്പർ സെറ്റ് അല്ല, 5യുടെ മാത്രം സൂപ്പർ സെറ്റാണെന്ന് മാക്സിമം പറയാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് നോട്ട് എ യൂണിവേഴ്സൽ സെറ്റ്. വാട്ട് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3? 0 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, പിന്നെ ബാക്കിയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നോക്കൂ, 1 3 5 ഇവിടെ ഉണ്ട്, 2 4 6 ഇവിടെ ഉണ്ട്, 0 2 4 6 8 ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഈ സെറ്റുകളിലൊക്കെ സൂപ്പർ സെറ്റാണ്. അതുകൊണ്ട് 3ാമത്തെ യൂണിവേഴ്സൽ സെറ്റാണ്. പിന്നെ അവസാനത്തതോ 1 2 3 അപ് ടു 8. 0 ഇല്ലല്ലോ ഇവിടെ, പക്ഷെ ഇവിടെ 0 ഉണ്ടോ? ഇവിടെ 0 ഉണ്ട് അല്ലേ? 0 ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യൂണിവേഴ്സൽ സെറ്റ് ആവും. ഇവിടെ സിയുടെ സൂപ്പർ സെറ്റ് അല്ല 4. അതുകൊണ്ട് എന്ത് പറയാം? നോട്ട് എ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഈ ചോദ്യം ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? ഒരു 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്ക്. ഓക്കെ, നല്ല ചോദ്യങ്ങളാണ്. ഇതുപോലെ എക്സാമുകൾക്ക് ചോദിക്കൂട്ടോ. എക്സാമുകൾക്ക് ചോദിക്കുന്നതിന് പരമാവധി ഇത്രയൊക്കെ ചോദിക്കുള്ളൂ. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി പരീക്ഷയ്ക്ക് പോകാം. അതിനേക്കാൾ നല്ലൊരു സമാധാനം, സന്തോഷം മനസ്സിലുണ്ടാവും, ഞാൻ സെറ്റ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള. ഓക്കെ, സെറ്റ് ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ ബേസിക്കാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ പവർ സെറ്റ് എഴുതാനാ ചോദ്യം. വളരെ സിമ്പിളല്ലേ? ഇവിടെ പവർ സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സെറ്റിനകത്ത് 2 എലമെൻ്റ് ഉണ്ട്, അതിൽ 1 എലമെൻ്റ് സെറ്റാണ്. ഓക്കെ, ഇവിടെ 4 എലമെൻ്റ് ഉണ്ട്, അപ്പോൾ 16 സബ്സെറ്റുകൾ ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഇവിടെ പവർ സെറ്റുള്ള എലമെൻസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ?
അപ്പോൾ കാർഡിനാലിറ്റി എഴുതാനും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യമാണ്, പ്രയാസങ്ങളൊന്നുമില്ല, നന്നായിട്ട് മനസ്സിലാക്കാം. ഇനി ഇവിടെ ഞാൻ എഴുതാത്തൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് വരാവുന്നത് താഴെ കൊടുത്തതിൽ ഏത് നമ്പറാന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. അപ്പം സബ്സെറ്റായിട്ട് എത്ര സബ്സെറ്റുകൾ ഉണ്ടാകാം എന്ന് ചോദിച്ചാൽ അത് 2ൻ്റെ പവറിലേ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ, ഒരു സെറ്റിന് 7 സബ്സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം 7 7ൻ്റെ എന്തല്ല 2ൻ്റെ പവറല്ല. ഒരു സെറ്റിന് 10 സബ്സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം 10 ആരുടെ പവറല്ല, 2ൻ്റെ പവറല്ല. 2ൻ്റെ പവർ സബ്സെറ്റുകൾ മാത്രമേ ഉണ്ടാവൂ. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി 2 ചോദ്യങ്ങളൂടെ അല്ലേ. 11ാമത്തെ 12ാമത്തെ ചോദ്യം. ഇവിടെ സബ്സെറ്റ് ആണോ സബ്സെറ്റ് അല്ലേ എന്നുള്ള അതൊന്ന് ആ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്താൽ മതി. സബ്സെറ്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, സബ്സെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുന്നത്. ക്വസ്റ്റ്യൻ എഴുതുക, സബ്സെറ്റ് ആണെങ്കിൽ സബ്സെറ്റ് എഴുതുക, അല്ലെങ്കിൽ സബ്സെറ്റ് അല്ല എന്ന് എഴുതാം. ഇവിടെ എന്താ ചോദ്യം? ഇവിടെ കുറച്ച് ആളുകൾ സബ്സെറ്റ് ചില സ്ഥലത്ത് ബിലോങ്സ് ടു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുക. ശരിയാണെങ്കിൽ ട്രൂ എന്ന് എഴുതുക, തെറ്റാണെങ്കിൽ ഫാൾസ് എന്ന് എഴുതുക. വളരെ സിമ്പിൾ. നിങ്ങൾക്ക് കാണുമ്പോഴേ ആൻസർ പറയാവുന്നതായതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്. നിങ്ങൾ പക്ഷേ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വളരെ നല്ലതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മനസ്സിലായല്ലോ? സബ്സെറ്റ്, പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, അതിൻ്റെ നമ്പർ, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകൾക്ക് ചോദിക്കാം. മാത്രമല്ല സെറ്റിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നന്നായിട്ട് പഠിക്കുക, പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കുക, അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.